നമുക്ക് ലബോറട്ടറിയിലെ ബയോകെമിസ്ട്രി ടെസ്റ്റുകളിൽ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് കൊളസ്ട്രോൾ ആണ്. കൊളസ്ട്രോൾ ടെസ്റ്റ് ഓൾസോ നോൺ ആസ് ലിപ്പിഡ് പാനൽ ഓർ കൊളസ്ട്രോൾ സ്ക്രീനിങ്. കൊളസ്ട്രോളിനെ തന്നെ നമ്മൾ ലിപ്പിഡ് പാനൽ എന്നും പറയാറുണ്ട്. അതായത് കൊളസ്ട്രോൾ എന്ന് പറയുമ്പോൾ നമുക്ക് ടോട്ടൽ കൊളസ്ട്രോൾ മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ലിപ്പിഡ് പാനൽ എന്ന് പറയുമ്പോൾ കൊളസ്ട്രോളിനെ സെപ്പറേറ്റ് ചെയ്ത് നോക്കുന്നതിനെയാണ് ലിപ്പിഡ് പാനൽ എന്ന് പറയുന്നത്. അറ്റ്ലീസ്റ്റ് 6 മന്തിൽ ഒന്നെങ്കിലും നമ്മൾ കൊളസ്ട്രോൾ ചെക്ക് ചെയ്യണം. അതുമൂലം നമുക്ക് എന്തൊക്കെ മെഷർമെൻറ്റുകളാണ് ചെയ്യാൻ പറ്റുന്നതെന്നാണ് കാണിച്ചേക്കുന്നത്. ഇറ്റ് ഹെൽപ്പ് ടു അസസ് യുവർ റിസ്ക് ഫോർ ഹാർട്ട് ഡിസീസ് ആൻഡ് സ്ട്രോക്ക് വരാനുള്ള സാധ്യതകളുണ്ടോയെന്നും ഹാർട്ട് ഡിസീസുകൾ എന്തെങ്കിലും വരാനുള്ള സാധ്യതകൾ ഉണ്ടോയെന്നും ഒക്കെ നമുക്ക് കൊളസ്ട്രോൾ ടെസ്റ്റ് ചെയ്യുന്നതിലൂടെ അറിയാൻ വേണ്ടി പറ്റും. പിന്നെ അടുത്ത പോയിന്റ് എന്താണ്? യൂസ് ടു മെഷർ ദ ലെവൽ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കൊളസ്ട്രോൾ ആൻഡ് അതർ ഫാറ്റ്സ് ഇൻ യുവർ ബ്ലഡ്. അതായത് നമുക്ക് ബ്ലഡിൽ ഉണ്ടാകുന്ന ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കൊളസ്ട്രോളിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ലിപ്പിഡ് പ്രൊഫൈൽ ചെയ്യുന്നതിലൂടെ സാധിക്കും. ഈ ലിപ്പിഡ് പ്രൊഫൈൽ എന്ന് പറയുമ്പം അതിനകത്ത് മെയിനായിട്ട് 5 ടെസ്റ്റുകളാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. കൊളസ്ട്രോൾ, TGL, HDL, LDL ആൻഡ് VLDL. അതിൻ്റെ 4 ഫുൾ ഫോം ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യം നമുക്ക് ടോട്ടൽ കൊളസ്ട്രോൾ എന്താണെന്ന് നോക്കാം. കൊളസ്ട്രോൾ നോക്കാൻ വേണ്ടി ഏറ്റവും നല്ലത് ഓവർനൈറ്റ് ഫാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരാളുടെ ബ്ലഡ് സാമ്പിൾ നോക്കുന്നതാണ്. കാരണം ഫുഡൊക്കെ കഴിച്ചിട്ട് നോക്കുമ്പോൾ നമുക്ക് പ്രോപ്പറായിട്ടുള്ള വാല്യൂ ആയിരിക്കുകയില്ല കിട്ടുന്നത്. കൊളസ്ട്രോളിൻ്റെ നോർമൽ വാല്യൂ എന്ന് <200 ആണ്. അത് നമ്മൾ വർക്ക് ചെയ്യുന്ന ഓരോ സ്ഥലത്തും 1-2 പോയിന്റ്സ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം കാണും കേട്ടോ. <200 mg/dL. അടുത്ത ട്രൈഗ്ലിസറൈഡ് ആണ്. ട്രൈഗ്ലിസറൈഡ് എന്ന് പറയുന്നത് എ ടൈപ്പ് ഓഫ് ഫാറ്റ് ഇൻ യുവർ ബ്ലഡ്, ഓൾസോ റിസ്ക് ഫാക്ടർ ഫോർ ഹാർട്ട് ഡിസീസ്. ഇത് ഹാർട്ട് ഡിസീസ് ഉണ്ടാക്കാൻ വേണ്ടി കാരണമാകുന്ന ഒരു കൊളസ്ട്രോൾ ആണ്. ഈ കൊളസ്ട്രോളിനെ തന്നെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിനകത്തുള്ള ഒരെണ്ണമാണ് TGL എന്ന് പറയുന്നത്. അത് നമ്മുടെ ബ്ലഡിനകത്തുള്ള ഫാറ്റിനെയാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനി HDL എന്ന് പറയുന്നത് ഗുഡ് കൊളസ്ട്രോൾ ആണ്. HDL എപ്പോഴും നമുക്ക് 30-ലും കൂടുതലുള്ളതാണ് ഏറ്റവും നല്ലത്. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഫാറ്റ് ഇൻ അവർ ബ്ലഡ് ദാറ്റ് ഹെൽപ്പ് ടു റിമൂവ് അതർ ഫോംസ് ഓഫ് കൊളസ്ട്രോൾ ഫ്രം യുവർ ബ്ലഡ് സ്ട്രീം. ബ്ലഡ് സ്ട്രീമിൽ ഉണ്ടാകുന്ന കൊളസ്ട്രോളുകളെ നീക്കം ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഫാറ്റാണ് HDL എന്ന് പറയുന്നത്. HDLൻ്റെ നോർമൽ റേഞ്ച് ഡിഫറെൻറ്റ് ടൈപ്പാണ്, മെയിനിലും വുമണിലും. നമ്മൾ എന്താ പറയുക, കോമൺ ആയിട്ട് പറയുമ്പോൾ 30-ൽ കൂടുതൽ mg/dL കാണണം കോമൺ ആയിട്ട്. അടുത്തതെന്ന് പറയുന്നത് LDL ആണ്. LDL എന്ന് പറയുന്നത് ബാഡ് കൊളസ്ട്രോൾ ആണ്. LDL കൂടുന്നതിനനുസരിച്ച് നമുക്ക് പലതരം ഹാർട്ട് ഡിസീസും കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വിച്ച് ക്യാൻ ബിൽഡപ്പ് ഇൻ യുവർ ആർട്ടറീസ്. ഇത് നമ്മുടെ ആർട്ടറികളിലാണ് ഉണ്ടാകുന്നത്. ഈ LDLൻ്റെ അളവ് കൂടുന്നത് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാനും സ്ട്രോക്ക് ഉണ്ടാകാനും ഒക്കെ കാരണമാകുന്നുണ്ട്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും 6 മന്തിൽ കൊളസ്ട്രോൾ ചെക്ക് ചെയ്യണം. ലാസ്റ്റത്തേന്ന് പറയുന്നത് VLDL ആണ്. ഈസ് എ ലിപ്പോപ്രോട്ടീൻ, മീനിങ് ഇറ്റ്സ് പാർട്ടിക്കിൾ മെയ്ഡ് ഓഫ് ലിപ്പിഡ്സ് ആൻഡ് പ്രോട്ടീൻസ് ദാറ്റ് ക്യാരി കൊളസ്ട്രോൾ ആൻഡ് ട്രൈഗ്ലിസറൈഡ് ത്രൂ ദ ബ്ലഡ് സ്ട്രീം. ഇത് ബ്ലഡ് സ്ട്രീമിലേക്ക്